എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ ഇന്നൊരു ഞായറാഴ്ച ദിവസമായത് കാരണം നല്ല പോലെ നേരം വെളുത്തിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഇന്ന് ഞായറാഴ്ചയല്ലേ, ആർക്കും പോകുന്നു വേണ്ടാലോ, അച്ഛനും മക്കളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് സമാധാനപരമായിട്ട് പണികളൊക്കെ കഴിക്കാമെന്നുള്ളൊരിതുണ്ട്. അപ്പം കുറേയായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ രാവിലത്തേക്കുള്ള പുട്ടിനുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പുഴുങ്ങലരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അങ്ങനെ എടുക്കുന്ന പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നേരെ പൊടിച്ചത് നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മിക്സിയിലിട്ടാൽ പൊടിക്കുക. മിക്സി പെട്ടെന്ന് പണിയാവുമെന്ന് പറയും, എന്നാലും സാരമില്ല, ഇതൊരു ടേസ്റ്റാണ്. അതൊരു 2-3 വെള്ളത്തിൽ കഴുകിയെടുത്ത് അരിപ്പയെടുത്ത് അതിലേക്ക് വെള്ളം ആറാൻ വെക്കുന്നുണ്ട്. വെള്ളത്തോടെ അരച്ച് കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വെള്ളം വാറാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് വെള്ളം അരി മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഞാൻ പുട്ടിനുള്ള തേങ്ങ രാഗി വെക്കട്ടെ. പുട്ടിന് മാത്രമല്ല അരവിനും വേണം, പിന്നെ ഉച്ചക്കേക്കുള്ള മീൻ കറിക്കും എല്ലാം വേണം. അതുകൊണ്ട് ഞാൻ അപ്പടെ രാവിലെ തന്നെ പുട്ടിൻ്റെ ആകുമ്പോൾ തന്നെ അതും കൂടി അരച്ച് അവിടെ ഗ്രൈൻഡറിലാണ് ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ, അതങ്ങനെ അരഞ്ഞോളുമല്ലോ. ലീവുള്ള ദിവസം വയ്യാതെ നടന്ന് പണിയെടുക്കണ്ടല്ലോ, അത് അടുത്ത് അരഞ്ഞോളുമല്ലോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ കറിയും ആവശ്യത്തിന് വേണം, ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് കുറച്ചങ്ങ് ഇതാക്കും. അപ്പോൾ തേങ്ങ രാകുന്ന സമയം കൊണ്ട് ഞങ്ങളെ വെള്ളമൊക്കെ കുറേശ്ശെ വാർന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വരുമ്പോൾ മീൻ കൊണ്ടുത്തന്നെ അന്നേരം തന്നെ മുറിച്ച് വെക്കാറുണ്ട്, തിരക്കുള്ള ദിവസമാണെങ്കിൽ. ഇന്ന് പിന്നെ ഞായറാഴ്ചയാണ്, ഞാൻ അപ്പാട് മടി പിടിച്ചിട്ട് അത് അപ്പാട് ഫ്രിഡ്ജിൽ തന്നെ കയറ്റി. അപ്പോൾ കൊഞ്ചനായത് കാരണം അതിൻ്റെ മുള്ള് കവറിൽ കുടുങ്ങി താഴേക്ക് വരുന്നില്ല. അതുകൊണ്ട് കവറൊക്കെ കീറി എടുത്ത് നന്നറിയാണ്ട് പിടിച്ചു പോയിട്ടുണ്ട്. നല്ല അവസ്ഥക്ക് കുത്തും കിട്ടില്ലേ കൊഞ്ചൻ്റെ. കൊഞ്ചൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊഞ്ചൻ മുറിക്കാനെല്ലാം കൈയിട്ട് കഴിഞ്ഞാൽ ഓരോ കുത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടും. നമ്മൾ എത്ര ശ്രദ്ധിച്ച് കൈയിട്ടാലും ചിലപ്പോൾ ഒരു കുത്ത് കൈക്ക് കിട്ടും. നല്ല ഒന്നാം തരം കുത്താണ് കിട്ടും അല്ലേ. അപ്പോൾ അത് നല്ലപോലെ ഐസായത് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതവിടെ മാറ്റി വെക്കാമെന്ന് കരുതി. പിന്നെ ഹരിതകർമ്മസേനക്ക് കവർ കൊടുക്കേണ്ടത് കാരണം അതവിടെ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തേക്കുള്ള കറി ഉരുളക്കിഴങ്ങല്ല, ക്യാരറ്റും ബീട്രൂട്ടും ഇട്ടൊരു മസാലക്കറി വെക്കാമെന്ന് വെച്ച്, തേങ്ങ വറുത്തരച്ചിട്ടുള്ള മസാലക്കറി. അപ്പോൾ ബാക്കിയുള്ള ദിവസമെല്ലാം അങ്ങനെ ഇങ്ങനെയെല്ലാം വെക്കും. പക്ഷേ എങ്കിൽ ഈ വറുത്തരക്കാനൊന്നും സമയമില്ലാത്ത കാരണം ബാക്കിയുള്ള സാധനമൊന്നും മെനക്കെടാറില്ല. അങ്ങനെ അതാ എന്തായിരുന്നു, ബീട്രൂട്ടും ക്യാരറ്റും വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് മസാലപ്പൊടിയും മഞ്ഞൾ പൊടിയോ പിന്നെ അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഒറ്റ ട്രിപ്പിൽ വേവിച്ചെടുക്കുന്നത്. അതങ്ങനെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉള്ളി വാട്ടിയിടണം. ഉള്ളിയും തേങ്ങയും വാട്ടിയിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയല്ലോ. മഞ്ഞൾ പൊടിയും കുറച്ച് മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറി ഞാൻ അടുപ്പത്തേക്ക് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ ചോറിനുള്ള വെള്ളം അവിടെ വെക്കാമെന്ന് കരുതി. കാരണം പിന്നെ അതിന് മെനക്കെടണ്ടല്ലോ, അത് ആ സമയത്ത് തന്നെ ആവുമല്ലോ. അതെല്ലാം മറ്റപ്പുറം ഇപ്പുറം പണിയെടുക്കുന്ന സമയത്ത് വെള്ളം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ മറന്നു പോകും. പുട്ട് പൊടിക്കാൻ പോകുന്നു. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള കല്ലുപ്പ് അപ്പാട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കല്ലുപ്പിട്ട് ഇളക്കിയിട്ട് അപ്പാട് പൊടിക്കുകയാണെങ്കിൽ പിന്നെ വെള്ളത്തിൽ ഉപ്പിട്ട് കുഴക്കേണ്ട പരിപാടിയില്ല. അതങ്ങനെ അപ്പാട് തന്നെ കല്ലുപ്പിട്ട് പൊടിച്ച് എടുക്കുന്നുണ്ട്. മിക്സിയിൽ ഒരു 2 അടി അടിക്കേ വേണ്ടു, നല്ല നൈസായിട്ട് കിട്ടും. ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട. അപ്പോൾ ചെറിയ സമയത്ത് സുമേഷേട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. കുറച്ച്, അങ്ങനെ കാപ്പിയൊന്നും ഒരുപാട് കുടിക്കാറില്ല. ഇന്ന് പിന്നെ വെറുതെ ഇങ്ങനെ എന്തായാലും വെറുതെ ഒരു രസത്തിന് കാപ്പി കുറച്ചവിടെ കുടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ആക്റ്റീവ് ആവും അല്ലേ കാപ്പിയൊക്കെ കുടിച്ചാൽ. പക്ഷേ ഞാൻ അധികം അങ്ങനെ കാപ്പിയും ചായയൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ. അങ്ങനെ പുട്ടെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളവും ചേർത്ത് അപ്പാടപ്പാട് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി പുട്ടായിരിക്കും. ആ സമയത്ത് സുമേഷേട്ടനും പാറുമോളും എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ എണീച്ച് ആദ്യം കോഴിനെ ഇളക്കണം, കാടൊക്കെ തീറ്റ കൊടുക്കണം, നല്ല പണി. അപ്പോൾ ഇന്ന് ലീവുള്ളതുകൊണ്ട് സുമേഷേട്ടൻ തന്നെ ഇറങ്ങി. സാധാരണ അതൊക്കെ എൻ്റെ പണിയാണ്. അച്ഛൻ പോയി കഴിഞ്ഞാലും മോളും ഞാനും കൂടിയാണ് ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് സുമേഷേട്ടൻ തന്നെ ചെയ്യട്ടെ എന്ന് കരുതി. അധികം ലേറ്റായി അവിടെയൊക്കെ വെയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ പരിപാടിയെല്ലാം സുമേഷേട്ടനാണ്. താഴെ പിള്ളേരാണ്. ഇത് ഒരുപാടൊന്നുമില്ല, ഒരു 10-15 ആളുണ്ട്, 10-19 ആളുണ്ട്. അപ്പോൾ ഇവർ ഇപ്പം ചൂടായത് കാരണം മുട്ടയൊന്നും ഇടുന്നില്ല, അല്ലെങ്കിൽ അത്യാവശ്യം ഒറ്റക്കെ മുട്ട കിട്ടാറുണ്ട്. ഇത് സാധാ കോഴികളാണ്. ഇത് നമ്മളെ പഞ്ചായത്ത് നിന്ന് കിട്ടുന്ന കോഴിയില്ലേ, അതായത്
ഇപ്പോൾ കുറച്ച് ആയി വരുന്ന അത്ര, ഇപ്പോൾ കിട്ടിയിട്ട് അത്രയേ ആയിട്ടുള്ളൂ, ഒരു മാസം ആകുന്ന അത്ര. കാക്കോഴികളെ കിട്ടുന്നില്ലേ. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പുറത്ത് വിലസുന്ന കണ്ടപ്പോൾ ലിയോ പെണ്ണിത്തിരി കുശുമ്പ്. ഇതാണേ കോഴീൻ്റെ കൂട്. ഈ കോഴീൻ്റെ കൂട്ടിൽ 10 ആളെ ഇട്ടതാണ്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒച്ചയൊന്നും കേട്ടില്ല, പക്ഷേ ഒരു കോഴിപ്പെണ്ണ് കഴുത്ത് ഇങ്ങനെ ഞെരിഞ്ഞ് പിടിഞ്ഞ് മരിച്ച കാണുന്നു. കഴുത്തുനിന്ന് കടിച്ചിട്ടൊന്നുമില്ല, പക്ഷേങ്കിൽ ഞെരിച്ച് പിടിച്ചിട്ട് മരണപ്പെട്ടിന്. എന്താണെന്നറിയില്ല. അപ്പം പിന്നെ അന്വേഷിച്ചപ്പോൾ പറയുന്നിട്ട് ഈ മരപ്പട്ടി എന്ന് പറയുന്നൊരു ജീവിയില്ലേ, പൂച്ചവർഗത്തിൻ്റെ എന്തോ ആ കാട്ടുവർഗത്തിലുള്ള അത് കൈയിട്ട് പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ എൻ്റെ പുട്ട്. ആ സമയം കൊണ്ട് എൻ്റെ പുട്ടൊക്കെ ആവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിൻ്റെ വെള്ളവും പതച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് വേഗം അരിയാടിയിട്ട് അതിനി അങ്ങനെ വെന്ത് അങ്ങനെ വേകാനൊന്നും അടുപ്പത്തുനിന്ന് തന്നെ വേകാനൊന്നും നിൽക്കാറില്ല. ഒന്ന് നല്ലപോലെ തുള്ളി തിളച്ച് കഴിഞ്ഞാൽ പതച്ച് കഴിഞ്ഞാൽ അപ്പാട് അതങ്ങ് ഇറക്കി മാറ്റി വെക്കും. പിന്നെ അത് അവിടുന്ന് ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് വെന്തോന്ന് നോക്കും. അത്ര തന്നെ. അല്ലാണ്ട് ഞാൻ ഫുൾ ടൈം അടുപ്പത്ത് വെച്ചുള്ള ഗ്യാസ് മേൽ വെച്ചിട്ടൊന്നും ഞാൻ ചോറ് വേവിക്കാറില്ല. ഇതാവുമ്പോൾ വേഗം കഴിയും. പിന്നെ കറിക്കുള്ള മസാല ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും വെളുത്തുള്ളിയും കായ്മുളകും കറിവേപ്പിലയിട്ട് അത് നല്ലോണം മൂക്ക വാടിയെടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ പുട്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണം. നല്ലപോലെ മൂക്ക വാടുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലപോലെ തേങ്ങ വറുത്തെടുത്ത് നല്ല മൂപ്പോടുകൂടി അതേപോലെ തന്നെ അപ്പാട് തന്നെ ചൂടോടെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ.